അയ്യോ കിരമോനെ ഞാനേ മീൻ വണ്ടി നോക്കി. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഷോർട്ട് ഫിലിമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണാണല്ലോ. പക്ഷെ ഫോണാണ് നമുക്ക് ഈ സൗണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഷോർട്ട് ഫിലിം ഭയങ്കര സൗണ്ട് ഓറിയന്റഡ് ആയിട്ടാണ്. ഇവിടെ കാക്കയും പൂച്ചയും പട്ടിയുടെ സൗണ്ട് ഒക്കെ വരും. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിട്ട് ഒരു സൗണ്ട് എഞ്ചിനീയർ വരുന്നുണ്ട്. അവൻ ഹോളിവുഡ്, ബോളിവുഡ്, ടോളിവുഡ് എല്ലാ പ്ലൈവുഡും ടച്ച് ചെയ്തിട്ടുണ്ട്. അവൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അവനെ ഞാൻ വിളിച്ചോട്ടെ? അവനെ ഞാൻ വിളിച്ചോട്ടെ? അല്ലപ്പോ ഒരുപാട് ഒന്നും കൊടുക്കണ്ട, ചോറ് കൊടുത്താൽ മതി, എന്തെങ്കിലും കൊടുത്താൽ മതി. ചോറ് കൊടുത്താൽ മതി. അത് കൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ. ഇനിയിപ്പോ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ചോദിച്ചില്ല എന്നൊരു ഇത് വേണ്ട. അങ്ങനൊന്നും കരുതണ്ട. അതിന്റെ പേരിൽ നമ്മുടെ ഷോർട്ട് ഫിലിം താഴെ പോകണ്ട. അതാണ് ഷോർട്ട് ഫിലിം വൈറലാക്കും ഞാൻ. മീൻകാരൻ വന്നില്ലല്ലോ. മനുഷ്യൻ കണ്ടെത്തിയത് പ്രണയത്തിന്റെ മഹാസാഗരമാണ്. ഞാനൊന്ന് ക്യാരക്ടർ പിടിച്ച് വരട്ടെ. നീ ഇവിടെ വന്നിട്ട് ഡയലോഗ് പറ. മനുഷ്യ കുഴഞ്ഞി. അവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വേണ്ടല്ലോ പറയാൻ. അല്ല ഇവന് പറ്റുന്നില്ലെങ്കിൽ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞാലോ? അല്ല ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞാലോ? മനുഷ്യൻ കണ്ടെത്തേണ്ടത് പ്രണയത്തിന്റെ മഹാസമുദ്രത്തെയാണ്, പക്ഷെ നീ കണ്ടെത്തിയത് മഹാപൊയ്കയാണ്. മലർ പൊയ്കയാണ്. ആക്ഷൻ പറഞ്ഞോ. ക്യാമറ റോളിംഗ്. ഡയലോഗ് പറയാൻ പറഞ്ഞ സൈലൻസ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ഡയലോഗ്? നിനക്കല്ല സൈലൻസ് വിളിച്ചത്. അത് സൈലൻസ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കണ്ട. എനിക്കറിയാവുന്ന കാര്യമല്ല അതൊക്കെ. എടാ മനുഷ്യൻ കണ്ടെത്തേണ്ടത് പ്രണയത്തിന്റെ മഹാസാഗരമാണ്, പക്ഷെ നീ കണ്ടെത്തിയത് മലർ പൊയ്കയാണ്. പറഞ്ഞു ഞാൻ പഠിച്ചല്ലോ ഡയലോഗ്. മനുഷ്യൻ കണ്ടെത്തിയത് മഹാപ്രണയമാണ്, പ്രണയത്തിന്റെ മഹാസാഗരമാണ്, പക്ഷെ നീ കണ്ടെത്തിയത് മലർ പൊയ്കയാണ്. ചില്ലറ പരിപാടിയൊന്നും അല്ല നിന്നെയൊക്കെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്യാൻ. സമ്മതിക്കണം കേട്ടോ, ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നവരെ. ഞാൻ നന്നായിട്ട് ചെയ്തേക്കുന്നത്. നീ നന്നായിട്ട്, നിന്നെ കൊണ്ട് പറയരുത്. വെറുതെ ആണോ നിനക്കൊന്നും? എടാ ആ ക്ലോസ് ഷോട്ട് ഇത് ഇപ്പുറത്തിടാൻ പറ്റില്ലേ? ഇതോ? എടാ ഈ ഷോട്ടിലാണ് നീ മറ്റേ കൈ ചൂണ്ടിട്ട് കണ്ടിന്യൂറ്റി മിസ്സാക്കിയത്. അത് പറ്റൂല. അങ്ങനെ ഉണ്ടല്ലേ? എത്ര ടേക്ക് പോയെന്നറിയാളിയാ. എന്നാലും നന്നായില്ലേ? നന്നായി. പ്രൊഡക്ഷൻ ക്ലാരിറ്റി ആയതുകൊണ്ട് നമ്മൾ ഏകദേശം ഭയങ്കര സ്ലോ ആയിട്ടാണ് സാധനം പോണേ. അല്ലടാ നമുക്ക് ചെയ്യുമ്പോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. അല്ലടാ ഫോൺ സ്ലോ ആവുന്നടാ. ഫോണിന്റെ കുഴപ്പമാണോ? നമുക്ക് ഇതിന് പറ്റുന്ന ഒരു ടൈറ്റിൽ എന്താ? അത് നമുക്ക് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഔട്ട് ഇറക്കിയിട്ട്. ഔട്ട് ഇറക്കുന്നതിന് മുമ്പ് ടൈറ്റിൽ റിലീസ് ചെയ്താലോ? അല്ല നമുക്ക് ഔട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പേരിട്ടാ പോരെ? ഇവളൊക്കെ കൊണ്ട് അഭിനയിപ്പിച്ചൊക്കെ അബദ്ധമായി പോയടാ. നീ ഭാര്യയെ പറഞ്ഞു. അവളുടെ എക്സ്പ്രഷൻ ഒന്നും ശരിയല്ല, ചുമ്മാ. ഒരു കാര്യം ചെയ്യേ, ഞാൻ ഈ ഷോട്ട് 3 ഇട്ടിട്ടുണ്ട്. ഇനി അതില് ഓക്കെ ഷോട്ട് ഉള്ളത് മാത്രം ഇട്, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്തോളാം കേട്ടോ. അത് ഓക്കെ ഷോട്ട് ഞാൻ ഇങ്ങനെ ടിക്ക് ഉണ്ടോ? മനസ്സിലായി. അത് മാത്രം അതിനകത്തോട്ട് ഈ ക്ലിപ്പിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ഇടുവേ. ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ടാണ് ഇത് സ്റ്റക്ക് ആവുന്നല്ലേ ഈ വീഡിയോ മുഴുവൻ കിടന്നിട്ട്. അല്ല, ഈ ലോ പ്രൊഡക്ഷനിലൊക്കെ ഇതേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഹൈ വേണം. ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഓക്കെ ഷോട്ട് മാത്രം എടുത്തിട്ടോ കേട്ടോ. ഞാൻ വരാമേ. നമ്മക്ക് ഒന്നും അറിയാൻ പാടില്ലെന്ന. ഓ എന്നാ വിശേഷമാടി? ഞാനേ ഭയങ്കര തിരക്കായിരുന്നു, ഷൂട്ടിംഗ് അല്ലായിരുന്നോടി. ഞാനൊരു ഭയങ്കര OTT റിലീസ് ചെയ്യാൻ പോകുന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചടി. ഭയങ്കര റോളായിരുന്നു. വുമൺ എംപവർമെന്റ് ആണ്. നമ്മുടെ മഞ്ജുവാരൊക്കെ ചെയ്യുന്നില്ലേ, ജ്യോതിക, മഞ്ജുവാർ, അതുപോലത്തെ ഒരു സാധനമാണ്. എന്തായാലും ശ്രദ്ധിക്കപ്പെടും. നീ പിന്നെ നിന്റെ കോളേജിൽ എങ്ങാനും പ്രോഗ്രാംസ് ഒക്കെ വരികയാണെങ്കിലേ ഇനി ഉദ്ഘാടനത്തിന് വേറെ ആരെയും വിളിക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. ഞാനാകുമ്പോൾ നിനക്ക് റേറ്റ് കുറച്ചിട്ടൊക്കെ വരാം. എന്താടി? ഒന്നുമില്ലടി, എൻ്റെ എക്സ് എന്നെ അഭിനയിപ്പിച്ചതാ. എനിക്കാവുമ്പോൾ പിന്നെ സൗന്ദര്യവും ഉണ്ട്, അത്യാവശ്യത്തിന് ഹൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ആക്ടിങ് ആണെങ്കിൽ എന്തൊരു കയ്യടിയായിരുന്നടി. എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോയടി. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു കലാകാരി ഉണ്ടെന്ന്. ഞാൻ ആലോചിക്കുക എന്തുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് മുന്നേ ആലോചിച്ചില്ലാന്ന്. മാർക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാല്ലേ?
എന്തായി? ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലെന്തോ പ്രശ്നം? ശരിയാവുന്നില്ലല്ലോ. എടാ നീ നോക്കി ചെയ്യേ. 36 കഴിഞ്ഞിട്ട് 49 ഇട്ടോ? ആ എന്നാ 49 ഇല്ല. ഇല്ലേ? 36 അല്ലടാ, നീ ഇങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് മതിലെന്ന് ചാടുന്ന സീനല്ലേ? 49 സീനെ മതിലെന്ന് ചാടുന്ന സീനല്ല, അത് വേറെ ക്ലൈമാക്സിലോട്ടാണല്ലോ ഈ സീൻ. അത് നീ എടുത്തല്ലേ? ഞാൻ കുറച്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തായിരുന്നു. ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടേ ഭയങ്കര താമസമാണ്. കാരണം മാർക്ക് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തായിരുന്നു. 49 ഡിലീറ്റ് ചെയ്താ? ഇല്ല, നീ എടുക്കാത്ത ഷോട്ടുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തത്. അല്ല നമ്മള് 49 കാണുന്നില്ല. 49 ഓക്കെ ഷോട്ട്. 49 ഓക്കെ ഷോട്ട് കാണുന്നില്ല. ആണോ? ഓക്കെ ഷോട്ട് അല്ലാത്ത ഡിലീറ്റ് ചെയ്യാൻ നിന്നോട് ഞാൻ പറഞ്ഞേ. എന്നോട് എന്ത് പറയും? 2000 രൂപ കൊണ്ടൊക്കെ ഒരു ഷോർട്ട് ഫിലിം പിടിക്കാൻ തോന്നുന്നു. ഭയങ്കര സംഭവം തന്നെ. നടന്നു കാണും എന്തായാലും. ഇതന്നെ ഈ താലം പോലെ കൊണ്ടുവന്നത്. ഇതാണ് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ വരവ് ചെലവ് കണക്ക്. അയ്യോ, എന്തോന്നാ മനുഷ്യ ഈ എഴുതി വെച്ചിരിക്കുന്നേ? വരവ് ചെലവ് കണക്കെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വരവില്ലല്ലോ, ചെലവ് മാത്രമേ ഉള്ളല്ലോ. ഇപ്പം ചെലവുണ്ടാവും, അത് കഴിയുമ്പോൾ വരവുണ്ടാവും. എന്റെ കർത്താവേ, 2000 രൂപയുടെ കേസേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 രൂപ ഉണ്ടെങ്കിൽ 10000 തികയ്ക്കാം. നീ ഇതാ എന്തോന്ന്? ആ 2 രൂപ എന്തോ കാര്യത്തിന്? നീ പറഞ്ഞില്ലേ 2 രൂപ 10000 തയ്ക്കാൻ. എനിക്ക് കപ്പലണ്ടി മിഠായി വാങ്ങി. കൊപ്പരണ്ട് മിഠായി ഒരു കുത്തിയാൻ വെച്ച് തരും. എന്റെ ദൈവമേ, നാരങ്ങ വെള്ളം 320 രൂപയോ? ഇവന്മാരെന്തുവാ നാരങ്ങയുടെ തോട്ടം ഉണ്ടാക്കിയിട്ടാണോ പറിച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞത്? അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. സൗണ്ടുകാരൻ 4000 പ്ലസ് ട്രാവൽ. അവൻ ആകപ്പാടെ സൈലൻസ് ഒറ്റ സൗണ്ടേ വെച്ചോളൂ, അതിന് 4000 രൂപയോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഉണ്ടായിരിക്കും. ഫുഡ് 1898. തിന്നാൻ വേണ്ടി മാത്രം വന്നതാണോ എല്ലാം? നീയല്ലേ പറഞ്ഞത് എല്ലാവർക്കും മനസ്സ് തൃപ്തിയാവുന്ന ഫുഡ് കൊടുക്കണമെന്ന്. ഈ ആർട്ട് എന്തുവാ 35 രൂപ? അത് ഞാൻ സെലോ ടൈപ്പ് വാങ്ങിയതാ. 20 രൂപയുടെ സെലോ ടൈപ്പിന് 35 രൂപ എഴുതി വെച്ചിരിക്കുന്നു. 15 രൂപയ്ക്ക് ഞാൻ കപ്പലണ്ടി മിഠായി വാങ്ങി. കപ്പലണ്ടി മിഠായി മിണ്ടായി തിന്നിയത്. തൊപ്പി 150 രൂപ. ആരാ തൊപ്പി വെച്ചേക്കടെ? റൈറ്ററായ ഞാൻ വെച്ചത്. എന്തോ കാര്യത്തിന്? ഇവിടെ കൊടയില്ലായിരുന്നോ? അതെടുത്ത് ചൂടരുതായിരുന്നോ? നിന്റെ അപ്പം വന്ന് കുട പിടിച്ചു തരുമോ? എനിക്ക് കുട പിടിച്ചോണ്ട് എഴുതാൻ പറ്റാത്തോ? എന്ത് പറഞ്ഞാലും എന്റെ അപ്പന് പറയാൻ നല്ല മിടുക്ക. ലൊക്കേഷൻ കണ്ട് 3200. ഇത് തന്നെ അല്ലേ ലൊക്കേഷൻ? ഇവിടെയൊക്കെ ചുറ്റി കാണിക്കണമെങ്കിൽ വണ്ടി വേണ്ടേ? നിന്റെ പുറത്ത് കയറിയിരുന്ന് ഇതൊക്കെ ചുറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? മേക്കപ്പ് 175. ഈ 10 രൂപയുടെ സ്പോഞ്ച് എടുത്ത് ഇങ്ങനെ വെക്കുന്നതാണോ മേക്കപ്പ്? 10 രൂപയുടെ സ്പോഞ്ചല്ല, അതിന്റെ കൂടെ ഒരു പൗഡർ ഉണ്ട്, അതിനാണ് ആ വില. മണ്ടി 9998 രൂപ. എന്റെ കർത്താവ്, ഈ പിള്ളേരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചത് കാരണം അബദ്ധമായി പോയി. അല്ലല്ല, വളരെ കുറവാണ്. കുറവോ? 10,000 രൂപ കയ്യിൽ നിന്ന് പോയിട്ട് കുറവാണെന്നോ? അവന്മാര് പറഞ്ഞതിനേക്കാളും 5 ഇരട്ടിയായി. എന്തായാലും നമ്മൾ ഇതൊന്ന് എടുത്തൊന്ന് വൈറലാവുമ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോടികൾ വരും. സത്യം. ഇതിന്റെ കഥ എഴുതിയത് ആരാ? നിന്റെ കെട്ടിയവനായ ഞാൻ. അയ്യോ, അപ്പൊ കോടികളല്ലേ? എന്റെ 10,000 വെള്ളത്തിലായി. നാളെ ഇരുന്ന് സിനിമാക്കാർ ഈ വീടിന്റെ മുന്നിൽ, വർക്കിയുടെ വീടിന്റെ മുന്നിൽ വരി നിൽക്കും, തല്ലാൻ വേണ്ടി ആയിരിക്കും. ഇതാണ് പറയുന്നത്, സ്വന്തം കുടുംബത്തില് ഒരു വിശ്വാസമില്ല. കൊല്ല് നിന്നെ വെച്ച് ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പോയി എന്നെ കൊല്ല്. അല്ലേ, നമുക്ക് ഏതെങ്കിലും മൊബൈലിടെ കൊടുത്തിട്ടേ ഡിലീറ്റ് ആയി പോയത് നമുക്ക് എടുക്കാം. നീ അതിന്റെ പൈസ കൊടുക്കോ? ആ ഷോർട്ട് ഫിലിമും പോയി. ക്ലാരേന്റെ ഞാൻ എന്ത് പറയും? അല്ല, നമുക്ക് ഒരെണ്ണം കൂടെ അല്ല, ലോ ബജറ്റില് ഒരെണ്ണം കൂടെ പോടാ. എന്റെ കൺവെട്ടത്തൊന്ന് പോടാ. എന്റെ കർത്താവേ, കോടികളൊന്നും കിട്ടിയില്ലേലും മുടക്കിയ കാശങ്ങ് കിട്ടിയാ മതിയായിരുന്നു. കിട്ടും. നടക്കുമായിരിക്കും അല്ലേ? നടക്കും, നീ നോക്കിക്കോ. നടക്കും.